ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ആഘോഷിക്കാനുള്ളത് അല്ല. ഇനി ആഘോഷിക്കും. കേക്ക് നിങ്ങളെപ്പോണെങ്കിൽ മുറിക്കുന്നൊന്നും ചെയ്തോളി, അത് ബർത്ത്ഡേന്റെ പേരിലാവില്ല അല്ലേ? കുട്ടികൾ ആമീൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ആരെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കാൻ കാണട്ടെ. ബർത്ത്ഡേ എന്നാണ് മദ്രസ ഉസ്താദന്മാർക്ക് മിഠായൊക്കെ കൊണ്ടു കൊടുക്കും കുട്ടികൾ. അങ്ങനെ ഉണ്ടോ അവിടെ അല്ലേ? ആ, അപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ളതല്ല. ഒരു മുസ്ലിമിന് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റില്ല. കാരണം എന്താ? ബർത്ത്ഡേ പുതിയ ദിവസം, പുതിയ മാസം, പുതിയ വർഷം ഇതിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഖൽബിൽ ഈമാനുള്ള ഒരു അടിമ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടി കഴിഞ്ഞുപോയി 6 അടി മണ്ണാകുന്ന ഖബറിലേക്ക് ഞാൻ അടുത്തിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് നൽകുന്ന വലിയൊരു പാഠം. മുഹറം മാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി കഴിഞ്ഞുപോയി. ഇനി എനിക്ക് ദുനിയാവിൽ ഉള്ള വർഷത്തിൽ ഒരു വർഷം പിന്നിട്ടു. ഞാൻ ആഖിറത്തിലേക്ക്, റബ്ബിലേക്ക് അടുക്കുകയാണ്, മരണത്തിലേക്ക് അടുക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുമോ? കേക്ക് മുറിക്കോ? മരിക്കാൻ പോകുന്ന അറിയുമ്പോൾ കേക്ക് മുറിക്കോ? ഇല്ല. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം അങ്ങോട്ട് പോകാനുള്ളതാണ് എന്ന മുന്നറിയിപ്പാണ് നമുക്ക് ഓരോ സമയവും തരുന്നത്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇർതഹലത്തി ദുനിയാ മുദ്ബിറ വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില വലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമ്മുടെ ആയുസ്സിൽ നിന്ന് ഓരോ സമയങ്ങൾ കടന്നു പോകുമ്പോൾ, ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ, ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ, ഓരോ മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും കടന്നു പോകുമ്പോൾ നാം മുന്നിടുന്നത് പാരത്രിക ലോകത്തേക്കാണ്, ആഖിറ ലോകത്തേക്കാണ് കേട്ടോ. ഇവിടുത്തെ ആയുസ്സിൽ നിന്നൊരു വർഷം പിന്നിട്ടിട്ടുണ്ട്. നമ്മൾ ഖബറിലേക്ക് അടുക്കുകയാണ്, നമ്മൾ മഹ്ശറിലേക്ക് അടുക്കുകയാണ്, റബ്ബിലേക്ക് നമ്മൾ അടുക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആഖിറ ലോകത്തെത്തിയാലോ 2 വിഭാഗങ്ങളുണ്ട്. അവിടെയുള്ള 2 വിഭാഗങ്ങളിൽ ഒന്നാരാണ്? ദുനിയാവ് എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ ജീവിച്ച ആളുകളാണ്. എന്നാൽ അങ്ങനെ ദുനിയാവ് എന്ന ലക്ഷ്യത്തോടെ ജീവിച്ചവരല്ല അവിടെ ആവശ്യം. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ. ആഖിറ ലോകമുണ്ട്, പാരത്രിക ലോകമുണ്ട്, പടച്ചറപ്പിലേക്ക് മടങ്ങാനുണ്ട് എന്ന ബോധത്തോടെ ദുനിയാവിലെ കുറഞ്ഞ കാലായുസ് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചവരാരോ, ഇബാദത്തുകൾ ചെയ്ത് ജീവിച്ചവരാരോ, സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചവരാരോ